അങ്ങനെ ഞാനീ പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുന്നതിൽ ക്ഷമിക്കണം. അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സും ഓർമ്മകളും ഒക്കെ. അതിന് വലിയ ക്രമമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോഴൊക്കെ രൂക്ഷമായിട്ട് പ്രതികരിക്കുക, എന്നെ ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ എനിക്കിന്നും വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. അക്ഷരശ്ലോക പരിഷത്തിൻ്റെ വാർഷികം. അതിന് കവിയരങ്ങുണ്ട്. മാഷാണ് സ്ഥിരം അധ്യക്ഷൻ. എന്നെയും വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തലേ ദിവസം വൈകുന്നേരം ചെന്നു. അന്ന് മദ്യപിക്കുന്ന കാലമാണ്. ഒരു തോൾ സഞ്ചിയുണ്ട്. ഈ സഞ്ചിയിൽ മദ്യക്കുപ്പിയുണ്ട് എൻ്റെ. അപ്പം രാത്രി മാഷ് ഉറങ്ങി ആ പൊളിഞ്ഞ സോഫയിൽ കിടക്കുകയാണ് ഞാൻ, മാഷ് മുറിയിലും. അപ്പം മാഷ് കിടന്ന് ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ ഞാൻ കുറേ മദ്യം കുടിക്കുകയും ബാക്കി മദ്യം ആ സോഫയുടെ അടിയിൽ വയ്ക്കുകയും ചെയ്തു. രാവിലെ വൈകി എഴുന്നേറ്റപ്പോൾ അപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ വന്നു. NK ദേശം അവരൊക്കെ വന്നു. കവിയരങ്ങിൽ പോകേണ്ട ആളുകളൊക്കെ വന്നപ്പോൾ മാഷ് എന്നെ വിളിച്ചുണർത്തി. എനിക്കടാ പോയി കുളിക്കുന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂട്ടി. ഞാൻ ഈ മദ്യക്കുപ്പി സോഫയുടെ അടിയിൽ വെച്ച കാര്യം മറന്നുപോയി. അങ്ങനെ ഞാൻ കവിയരങ്ങിന് പോയി. കവിയരങ്ങെല്ലാം കഴിഞ്ഞ് വന്ന് സുഹൃത്തുക്കളുടെ കൂടെ കാണുന്ന ഞാൻ രാത്രിയായി വന്നപ്പോൾ. അപ്പം വൈലോപ്പിള്ളി മാഷ് മദ്യപിക്കുന്നതിനൊന്നും എതിരല്ല. മദ്യപിച്ച് അവിടെ ചെന്നാലും മാഷ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഒരിക്കൽ ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചു, മാഷെ ക്ഷമിക്കണം, ഞാൻ ഇന്നലെ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചങ്ങമ്പുഴയുടെ സുഹൃത്തായ എന്നെയാണോ നീ മദ്യപിച്ച് പേടിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ. അതിലൊക്കെ വളരെ ഉദാരമതിയാണ് അദ്ദേഹം. പക്ഷേ ഒരു കുഴപ്പം പറ്റി. അന്ന് വൈകുന്നേരം മാഷെ കാണാൻ വന്ന ചില വയസ്സായ സുഹൃത്തുക്കൾ എന്തോ പരിപാടിക്ക് പെൻഷനേഴ്സിൻ്റെ യോഗമോ മറ്റോ ആണ്, ക്ഷണിക്കാം സുഹൃത്തുക്കൾ വന്നപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവരുടെ കാല് തട്ടി മദ്യം മറിഞ്ഞു. ഹായ് ശ്രീധരമേനോൻ ഇതും തുടങ്ങിയോ എന്ന് ചോദിച്ചു. അത് വലിയ നാണംകേടായി. ഞാനിത് അറിയുന്നില്ല. ഞാൻ കുറേ നാൾ കഴിഞ്ഞ് മുല്ലനേഴി പറഞ്ഞിട്ടാണ് ഇത് അറിയുന്നത്, ഇതാണ് സംഭവമെന്ന്. ഞാൻ രാത്രി സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ കറങ്ങി തിരിച്ചു വന്നപ്പം മാഷിങ്ങനെ അവിടെ ഗേറ്റിൽ നിൽക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി മേലാൽ നീ പടി കയറിപ്പോരുത്, എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെക്കുറിച്ച് ആരോ പരദൂഷണം സാരമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാഷ്ക്ക് വിശ്വാസമുള്ള ആളുകൾ പറഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്, പക്ഷെ പറഞ്ഞാൽ മാഷ്ക്ക് പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല അത്. അപ്പോൾ എൻ്റെ കാര്യം പോയി. ഇനി വൈലോപ്പിള്ളി മാഷ മറക്കാം, കവിത മാത്രം വായിക്കാം എന്ന് വിചാരിച്ച് ഞാൻ പോയി. വളരെ നാൾ കഴിഞ്ഞ് പിന്നെ ഒരു കവിയരങ്ങിന് ഇവിടെ വന്നു. കടമ്മനിട്ട രാമകൃഷ്ണൻ ഞാനും ഉണ്ട്. അപ്പോൾ അതിൽ കടമ്മനിട്ട രാമകൃഷ്ണനെക്കുറിച്ച് ഒരു കാര്യം പറയണം. ഞാൻ ഇവിടെ രാവിലെ വരികയാണ് കവിത വായിക്കാൻ. അപ്പോൾ ബെന്നി ടൂറിസ്റ്റ് ഹോമിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ ഉണ്ട് എന്നറിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം, അപ്പോൾ ആ മുറിയിൽ കുറേ പേരിങ്ങനെ ഈ നാഗാസ്ത്രമേറ്റ് കിടക്കുന്ന വാനരന്മാരെ പോലെ തലേ ദിവസം രാത്രി കുടിച്ചിട്ട് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ട്. ചിലരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. കടമ്മനിട്ട എഴുന്നേറ്റ് രാവിലെ തന്നെ മദ്യപാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അത് തുടർന്നു. പിന്നെ പുതിയ അതിഥികൾ വന്നു. അത് കടമ്മനിട്ട കവിത ചൊല്ലുന്നു മുറിയിൽ. ഒരു 11:30 മണിയായപ്പോൾ സംഘാടകർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബാല എങ്ങനെയെങ്കിലും പുള്ളിയെ വിളിച്ചുകൊണ്ടിരണം, അവിടെ തീരാറായി കവിയരങ്ങ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ കവിയരങ്ങ് തീരാറായി, നമുക്ക് പോകണ്ടേ? തീരാറായോ എന്ന് ചോദിച്ചു കടമ്മനിട്ട ഇരുന്ന ഇരിപ്പിൽ. ഞാൻ പറഞ്ഞു തീരാറായി, അവർ സംഘാടകർ മുറിയെടുത്ത് കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പം കടമ്മനിട്ട പറയാണ്, എന്നാൽ അവന്മാരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ, ഏതായാലും തീരാറായല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇനി വായിക്കാൻ എന്ന്. അതായത് ഈ ഓഡിയൻസിനോട്, അക്കാഡമിയിൽ ഇരിക്കുന്ന ഓഡിയൻസിനോട് അങ്ങോട്ട് ചെല്ലാൻ, ഇനി ഇവിടം വരെ വരണ്ടല്ലോ. അവിടെ നിന്നാണ് പൊക്കിയെടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം കവിത വായിച്ചു, ഞാനും കവിത വായിച്ചു. വൈലോപ്പിള്ളി മാഷ് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ഈ വരവ് പോക്കൊക്കെ, അധ്യക്ഷനാണല്ലോ. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം പോയി, ഇന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ വധിക്കും. അടുത്ത് ചെന്നപ്പോൾ മാഷ് പറഞ്ഞു, ഇങ്ങനെ കടമ്മനിട്ടയ്ക്കും കൂടി കേൾക്കാം, കവിത നന്നായി, പക്ഷെ അലർച്ച ഇത്തിരി കുറയ്ക്കാം, ഞങ്ങളാരും ചെകിടന്മാരല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മാഷി ചോദിച്ചു, നീ ഊണ് കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല. എന്നാ വാ, ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, മുല്ലനേഴി കുറച്ച് മാമ്പഴം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ പണ്ട് എന്നെ ഓടിച്ച കാര്യം മറന്നുപോയി. അങ്ങനെ വീണ്ടും
എനിക്ക് അവിടെ പ്രവേശനം കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും. ഇപ്പം മാമ്പഴം എന്ന അദ്ദേഹത്തിൻ്റെ കവിത, അപ്പോൾ അന്ന് മുളന്തുരുത്തി ഹൈസ്കൂളിലാണ്. അപ്പോൾ പേപ്പർ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വന്നു, പരീക്ഷാ പേപ്പർ. അപ്പം മുളന്തുരുത്തി ഹൈസ്കൂളിൽ താമസിക്കണം. കരുണാകരൻ നായർ എന്ന് പറഞ്ഞ പ്യൂൺ, അദ്ദേഹമായിട്ടാണ് താമസിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കുറേ ദിവസം താമസിക്കേണ്ടി വന്ന കാലത്താണ് ഈ മാമ്പഴം എഴുതുന്നത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാദ്യം എഴുതി ഇങ്ങനെ വന്നപ്പോൾ പുറയിൽ നിന്ന് കരുണാകരൻ നായർ നോക്കി എന്താ എഴുതുന്നതെന്ന്. ഒറ്റ കാരണം കൊണ്ട് അത്ര എഴുതിയ കടലാസ് മുഴുവൻ കീറിക്കളഞ്ഞു, ദേഷ്യപ്പെട്ടു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് എഴുതിയില്ല. വീണ്ടും എഴുതിയ മാമ്പഴമാണ് നമ്മളൊക്കെ വായിച്ചത്. ആദ്യം എഴുതിയത് കീറിക്കളഞ്ഞു, കരുണാകരൻ നായർ എത്തി നോക്കിയ കാരണം, ആ ഒറ്റ ദേഷ്യത്തിൽ. അതുപോലെ തന്നെ ആണ് സഖ്യൻ്റെ മകൻ പെരുവാരത്ത് 51-ലോ 52-ലോ ആണെന്ന് തോന്നുന്നു, ഒരു ആന അടഞ്ഞു. ചങ്കരോത്ത് ഗോപാൽ എന്ന് പറഞ്ഞ ആനയുടെ പേര്. പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ഭാര്യ വീട്ടുകാരുടെ എന്തോ ബന്ധമുള്ളൊരു വീടാണ്, അന്നമനട അടുത്തെങ്ങോ. ചങ്കരോത്ത് ഗോപാലൻ ഭീകരനായ ആനയാണ്. അപ്പോൾ മാഷ് പറയുന്നത്, ഈ ആന മതം ഇളകി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ നിലത്ത് ഇടിച്ചുകൊണ്ടിരിക്കും, ചെവി അനക്കില്ല, ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് പലർക്കും തോന്നി ആന കുഴപ്പമാണെന്ന്. അവസാനം ആന ഇടഞ്ഞു. പാപ്പാനെ മേലേക്ക് എറിഞ്ഞിട്ട് കൊമ്പ് ഉയർത്തി നിന്നു. അയാളെ കഷണങ്ങളാക്കി എറിഞ്ഞു അമ്പലത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അന്ന് ഈ ആനയെ എറിഞ്ഞിരുത്താൻ, എവിടെ ആന ഓടിയാലും കല്ലെടുത്ത് മർമ്മത്തിൽ എറിഞ്ഞ് ആനയെ ഇരുത്തുന്ന ചില വിദഗ്ധർ ചേന്നമംഗലം ഭാഗത്തുണ്ടായിരുന്നു. ഒരു കുമാരമേനോനും കൃഷ്ണമേനോനും ഒക്കെ. അവരുടെ വീട്ടുപേര് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, മാഷ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായി. ആ വീട്ടുപേര് അറിയാൻ വേണ്ടി ഇന്ന് ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പോയി. വൈലോപ്പള്ളി മാഷ തറവാടിനടുത്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനായ കൃഷ്ണൻ താമസിക്കുന്നത്. മാക്കോട്ടിൽ നിന്നാണ് പേര്, വീട്ടുപേര് ചേന്നമംഗലത്ത്. കൃഷ്ണൻ്റെ അമ്മ വീട് അവിടെ എവിടെയോ ആണ്. കൃഷ്ണനത് നന്നായിട്ട് അറിയാം. അപ്പോൾ മാക്കോട്ടിൽ വീട് ഒരുപാടുണ്ട്. പടിഞ്ഞാറേ മാക്കോട്ടിൽ എന്നൊക്കെ, കിഴക്കേ മാക്കോട്ടിൽ നിന്ന്. അവിടെ കിഴക്കേ മാക്കോട്ടിലെയാണ് ഈ കുമാരമേനോനും കൃഷ്ണമേനോനും പിന്നെ ഒരു ശങ്കരയ്യനും കൂടി ഈ ആന ഇടഞ്ഞു എന്ന് കേട്ടിട്ട് വന്നു. പെരുവാരത്തമ്പലത്തിൽ ആന ഇടഞ്ഞു എന്ന് കേട്ടിട്ട് വന്നു. പാപ്പാനെ കൊന്നു എന്നൊക്കെ കേട്ടപ്പോൾ